സത്യമുള്ള തൊഴിലാ എൻ്റെത്. ഒരു പൊരുത്തീ മതി ആളിപ്പടരാൻ. എൻ്റെ വെടിമരുന്ന് പിതൃക്കളാണ് സത്യം. പല്ലിസ്റ്റ് പോലീസിന് പരാതി കൊടുത്തു. വഴിയാലെ വരും പോലീസ്. സംഗതി ഡീസൻ്റ് ആക്കുമെന്ന് ഉറപ്പാ. കഷ്ടകാലം പിടിച്ചവൻ തലമുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയായി. എന്താണ് അയാളുടെ പരാതി? പരാതികൾ രണ്ടാ. ഒന്ന്, അയാളെ തട്ടാൻ ശ്രമിച്ചു. അത് ഇന്ത്യൻ സ്പൈനൽ കോഡ് സെക്ഷൻ 144. അത് ഡീസന്റാ. രണ്ടയാളുടെ മകളെ തടവാൻ ശ്രമിച്ചു. സ്ത്രീപീഡനം. അത് സംഗതി എക്സ്ട്രാ ഡീസന്റാ. ആകെ ഒരു വകുപ്പേ എനിക്ക് അറിയുള്ളൂ, സെക്ഷൻ 144. എന്താ കുഴപ്പമായല്ലോ അച്ചുമാമേ? ശനി 2-ലും 12-ലും വ്യാഴവുമെന്നാണ് ഫലം. ദൂരദേശഗമനം, മനക്ലേശം, മരണഭയം, മോഹം, കഷൂ, ബഹുകൃതം, തുമജൽ ഗുണേദ്യാഭൂതം. റിസൾട്ട് ഭൂതം വീട്ടിലും പരാതി ഭൂതം നാട്ടിലും. കുഴപ്പമാണ് മക്കളെ, ഒറ്റ വഴിയുള്ളൂ, നാട് വിടുക. എടാ, ഒരു ടൂർ ആയാലോ? ഒരു 4 days ടൂർ. അതിന് രാജകൽപ്പന കിട്ടണ്ടേടാ. അതൊക്കെ നമ്മുടെ അച്ഛമാവ് വിചാരിച്ച നടക്കൂലേ? അതെ, ഒരു വഴിയുണ്ട്. നമ്മുടെ സർവപരിഹാരമൂർത്തി സാക്ഷാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സ് വയ്ക്കണം. മദ്യപാന കച്ചേരിയിൽ പ്രമേയം വരണം. പ്രസിഡന്റിനെ പിരികേറ്റി പൊക്കി വിടേണ്ട കാര്യം ഞാനും ഏറ്റു. എന്നിട്ട് പട്ടി കുറച്ച് പിന്നാലെ. ട്രൗസർ അഴിഞ്ഞു പോയിട്ടും എറിഞ്ഞു വീഴ്ത്തിയ കണ്ണിമാങ്ങ ഞാൻ വിട്ടില്ല. വീട്ടിലെത്തിയപ്പോ ചെറിയമ്മയെ പെണ്ണ് കാണാൻ വീട് നിറയെ വിരുന്നുകാര്. കോണവും മുണ്ടുമില്ലാതെ 2 കണ്ണിമാങ്ങ കൊണ്ട് നാണം മറിച്ചിട്ട് വിട്ടു ഞാനകത്തേക്ക്. വിരുന്നുകാര് പോകുന്നതിന് മുമ്പ് വന്നില്ലേ മാവിന്റെ ഉടമസ്ഥൻ? അയാൾക്ക് ഉടഞ്ഞ ഓടിന്റെ കാശും എനിക്ക് ചുട്ടപ്പടയും. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ കളിയും കുസൃതിയും ഒന്നുമില്ല. എപ്പോഴും പഠിപ്പന്നെ പഠിപ്പ്. അതെ അതെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിപ്പും പരീക്ഷയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒരു ടൂറും തരാവൂ. അച്ചു പറഞ്ഞത് നേരാ. അതിനും പിടിയില്ലാലോ ചില തത്തമാര് തല്ലി പഴിപ്പിക്കുകയല്ലേ. അത് പറഞ്ഞപ്പോഴായിരിക്കും ഓർമ്മ വന്ന്, നമ്മുടെ നന്ദൂനൊരു ടൂറ് പോണത്രേ. കുട്ടികളുള്ളൊരു കാര്യേ, സ്വന്തം അച്ഛന്റെ സമ്മതം വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. അതിനെന്താ പ്രസിഡന്റ്, വിട്ടോളാൻ പറ. പോയി വരട്ടല്ലേ. നാളേക്ക് റിസൾട്ട് വരികയല്ലേ, അത് കഴിഞ്ഞിട്ട് പോരെ ടൂറും ആഘോഷമൊക്കെ. റിസൾട്ട് വന്നാ പിന്നെ സമയം ഉണ്ടാവോ എന്നൊരു സംശയം. ഉണ്ടാവില്ല. അല്ല, തിരക്കാവൂലോ. അങ്ങനെ ഒരു തിരക്ക്. അതല്ല പിന്നെ, മേലേക്കാവിലെ ആദ്യത്തെ എൻട്രൻസുകാരനല്ലേ. പിന്നെ അന്വേഷണായി, അഭിനന്ദനായി, അനുമോദനായി, അനുശോചനായി. റാങ്ക് കിട്ടും പ്രസിഡന്റ്. എങ്കിൽ പിന്നെ ആകാശവാണിക്കാർ വരും, TV-ക്കാർ വരും, ഡീസന്റ് ആയിട്ട് ഫോട്ടോ പിടിക്കാൻ ചാനലുകാർ വരും. പിന്നെ അടിപൊളിപ്പൊടി ഊരം. അത് പിന്നെ പറയാണ്ടോ, ഫോട്ടോ എടുക്കലായി, ചോദ്യം ചോദിക്കലായി. ഓ, ആരോഗ്യത്തിനോ? ഇറങ്ങി നോക്കടാ. നോക്കാം, വേഗം ചെല്ലാം. നിക്കണ അവിടെ. വേണ്ട, ഇപ്പൊ ഇനി വഴക്ക് പറയണ്ട. മിണ്ടിപ്പോരുത്. തറവാടിന്റെ മാനവും കളഞ്ഞു വന്ന് നിൽക്കുന്നു കൂസലില്ലാതെ അവൻ. എടാ, ഞാൻ നിന്നെ പണം മുടക്കി പഠിപ്പിച്ചത് തോറ്റ് തൊപ്പിയിട്ട് വരാനല്ല. നീ കാരണം നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാണ്ടായി. എന്നാ അച്ഛനി കുറച്ചു ദിവസം പുറത്തിറങ്ങണ്ട. എടാ, തോറ്റതും പോരാച്ചിട്ട് എന്തിനാ വെറുതെ ബഹളം ഉണ്ടാക്കുന്നത്? അച്ഛനടുത്ത് MBBS ഒക്കെ തന്നെ എനിക്കും കിട്ടും. ഇറങ്ങിപ്പോടാ. ഇനി എന്റെ കൺമുമ്പിൽ വന്നാൽ അടിച്ചതില്ല ഞാൻ. എന്താ ഈ കാണിക്കണേ? ആടി വാങ്ങാൻ നിക്കണ്ട, അകത്തേക്ക് പോടാ. വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇനി ഇവന് വേണ്ടി ബാധിക്കാൻ ഇവിടെ ആരും വരണ്ട. ഇറങ്ങണ പുറത്ത്. മാധവ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ? വേണ്ട, എനിക്ക് വേണ്ടി ആരും വാദിക്കണ്ട. ഇഷ്ടമല്ലാഞ്ഞിട്ടും വായി തോന്നിയൊക്കെ പഠിച്ച് പരീക്ഷയ്ക്കിരുന്ന് എന്നെ പറഞ്ഞാൽ മതി. ജയിക്കാൻ എന്റെ തെറ്റാണോ? ഞാൻ പോവാ. പോവല്ലടാ മോനെ. ആർക്കും വേണ്ടെങ്കിൽ വേണ്ട. മുത്തശ്ശി, ഞാൻ പോട്ടെ. നമ്മുടെ മോൻ ഒന്ന് തിരിച്ചു വിളിക്കുന്നേ. വിളിക്കും മാധവ. വിളിക്കില്ല. ആർക്കെങ്കിലും അത്ര വിഷമമാണെങ്കിൽ ഇറങ്ങാം. ഒപ്പം എന്താടാ മേലേക്കാവിലെ അമ്മ വിശ്വരൂപം കാണിച്ചോ? ഇതല്ല, അടിച്ചു പുറത്താക്കി. ആര്, നിന്നെയോ? നന്നായി. അല്ലെങ്കിൽ നിന്റെ വെടി എപ്പോഴും അസ്ഥാനത്താ. അമ്പലം അങ്ങോട്ട് ശുദ്ധിയായി. എന്നല്ല പ്രസിഡന്റ്, നന്ദു മോനെ ടൂർ കഴിഞ്ഞ് വന്നത് ഒറ്റയടി കടക്കട പുറത്ത് കൊന്നു കുഴിച്ചു മൂടിഞ്ഞ എന്നും പറഞ്ഞ്. അപ്പൊ പുരോഗമനം ഉണ്ടല്ലോ, പതിവിലും ഗംഭീരം.
തേങ്ങാക്കൊല. ഇത് ശരിക്കും പുറത്താക്കല. നന്ദുവ കരഞ്ഞിട്ടാ പോയത്. ഓ അങ്ങനെ. നീ ഒന്ന് മിണ്ടായിരിക്കട്ടെ ഒരു പൊക്കുറ്റി. ഇത് എത്രാമത്തെ വട്ടായത്? 10ാം തരത്തില് മാർക്ക് കുറഞ്ഞപ്പോ, +2-ന് സീറ്റ് കിട്ടാതിരുന്നപ്പോ, പിന്നെ ആ മനക്കിലെ പെണ്ണിന് പ്രേമലേഖനം കൊടുത്തത് പിടിച്ചപ്പോ, അങ്ങനെ എത്ര തവണ അത് കുടിയിറക്കും പടിയേറ്റു. ഇറങ്ങിപ്പോക്കുകളുടെ വികാരസാന്ദ്രമായ മെഗാ സീരിയൽ. ഓ മടുത്തു, ഉറങ്ങാൻ നോക്ക് പോയി. ഇത് അങ്ങനെ അല്ല പ്രസിഡന്റ്. എന്തൊക്കെ സംഭവിച്ചാലും തറവാട്ടിലേക്ക് ഇനി ഡീസന്റ് ആക്കില്ലെന്നാ മാധവേട്ടൻ പറഞ്ഞത്. നന്ദുവിന്റെ കാര്യം പോക്ക. പ്രസിഡന്റ് എന്നെ മുന്നിട്ടിറങ്ങി ഇതിനൊരു നീക്കുപോക്കുണ്ടാക്കണം. നിങ്ങളല്ലാതെ ആരാ ഇതൊക്കെ ഒന്ന് ഡീസന്റ് ആക്കാനുള്ളത്? ആ നോക്കട്ടെ. പ്രശ്നം ഒരു ജീവൻ മരണ പോരാട്ടാണ്. പറഞ്ഞു കയറ്റി ടൂറിന് വിട്ട ഈ നാക്ക് തന്നെ വളച്ച് പറയണേ. ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചു നോക്കാം. കോംപ്രമൈസിന് ആരും കാണാനില്ലല്ലോ. സമയം 11 ഇനി ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് തിരിച്ചു വിളിക്കാൻ ഇനി ആരും വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നന്ദു, ഒന്നുറപ്പാ, ഇപ്രാവശ്യം നിന്റെ പേര് വെട്ടി. ഇനിയും വൈകിയാൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും പേര് വെട്ടിയേക്കും. അതിനു മുമ്പ് സ്ഥലം വിട്ടോ. അപ്പൊ നീ? ഞാനിന്ന് ഇവിടെ കിടന്നോളാം. വേറെ വഴിയില്ലല്ലോ. അച്ചുമാവനെങ്കിലും വരേണ്ടതല്ലേ? എന്ത് പറ്റി? അതിനു മൂപ്പിലാ മുങ്ങിയിരിക്കുകയല്ലേ. ആ ദാ പ്രസിഡന്റ്. എന്റെ പൊന്നു നന്ദു, ഇനി ഒരു വട്ടം കൂടി നിനക്ക് വേണ്ടി ബാധിക്കാൻ മുല്ലശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലേണ്ട ഇട വരുത്തരുത്. ഇന്നത്തെ പോക്ക് ഒടുക്കത്തെ പോക്കായാലും മോനെ. എന്നെ കൊണ്ട് ഏത്തടിപ്പിച്ചില്ല, അത് മാത്രമേ ഉള്ളൂ. ഒരു ഒത്തുതീർപ്പിലെത്താൻ പാല് നാഗം ഉപയോഗിച്ച് പൊരുതണ്ടി വന്നിടോ. ഇനി എന്തെങ്കിലും കുരുത്തക്കേട് നീ ഒപ്പിച്ചാ നാട് വിടുക. നീയല്ല ഞാൻ. ഇനി പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. പ്രാസൊപ്പിച്ച് പറഞ്ഞാ പോരാ, ഉറപ്പാവണം. ഉറപ്പ്. എന്നാ ഇനി സമയം കളയണ്ട, വിട്ടോ വീട്ടിലേക്ക്. ഇനി എങ്ങാനും ഇറക്കി വിട്ട എന്നെ വക്കാലത്തിന് കിട്ടില്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെയല്ല. ഇവൻ ഇങ്ങനെ പോയാൽ എന്താ കണ്ടിരിക്കണേ? വെറുതെ ഓരോന്ന് ആലോചിച്ച് ആദ്യം കൂട്ടണ്ട. ഒക്കെ നേരെയാവുന്നേ. അവനിപ്പൊ സമയദോഷ. ഇനി അവൻ എന്താ താല്പര്യം എന്ന് വെച്ചാ അത് ചെയ്തോട്ടേന്ന് വെക്ക. ഞാനൊരു നല്ല അച്ഛനല്ല എന്നുണ്ടോ, ഒന്നേ ഉള്ളൂ എന്നുള്ള ആദ്യം കൊണ്ടായിരിക്കും ഞാനിങ്ങനെ. നന്ദുമോനെ വിഷമായി കാണുമല്ലേ? ഏയ്, അവനറിയാം നിങ്ങക്ക് സ്നേഹമുണ്ടെന്ന്. ഹലോ, മേനോനാ? രാഘവനോ? എടാ, എത്ര കാലമായടാ അതിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. കൽക്കട്ടയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഓഹോ, അതിലെന്താടാ, ധൈര്യമായിട്ട് പോയി വാ. സന്തോഷമേ ഉള്ളൂ. വിട്ടോ, ഇങ്ങോട്ട് വിട്ടോ. 1 മാസമല്ല 2 മാസമല്ല, എത്ര നാളേക്ക് വേണമെങ്കിലും വിട്ടോ. ഹലോ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ. ആരാ ഈ നേരത്ത്? രാഘവനാ. എന്താ വിളിച്ചു നോക്കണേ? നമ്മുടെ തെക്കേപ്പറമ്പിലെ രാഘവൻ. അവന് നല്ല കാലമാ. വേൾഡ് ടൂറിന് പോവുക. എന്താ വിശേഷിച്ച്? വിശേഷമൊക്കെ ഉണ്ട്, പറയാം. ഓ ഫണ്ടാസ്റ്റിക്. ഇതൊരുമാതിരി ഹെലാസ്റ്റിക് പോലെ. ഈ ഒരു എരുമ രാഗം ഉള്ളോ നിന്റെ കയ്യിൽ? ശരിയാ, വേറൊരു പീസ് ട്രൈ ചെയ്യടാ. കുറച്ചും കൂടി റൊമാൻറ്റിക്. ഓക്കേ. രാഹുകാലത്താണ് ആ പിടിപ്പ് കെട്ടവനെ എനിക്ക് വിടാൻ തോന്നിയത്. പേടിക്കാനൊന്നുമില്ലെന്നേ. ചിലപ്പോ ട്രെയിൻ ലേറ്റ് ആയിട്ടുണ്ടാവും. എടേ, നീ നോക്കിക്കോ, മാവേലെറിഞ്ഞ വടി പോലെ കയ്യും വീശി അവൻ തിരിച്ചു വരും. ഇങ്ങനെ ഒരുത്തം വന്ന് കൂടിയല്ലോ ഇവിടെ.
സ്ഥലം നിശ്ചയില്ലാണ്ട് ആ കുട്ടി വരയുവാവോ? അല്ല ഇനിയിപ്പൊ നിനക്ക് തെറ്റ് പറ്റിയിട്ടില്ലല്ലോ. ഇന്ന് തന്നെ വരുമെന്നല്ലേ രാഘവൻ വിളിച്ചു പറഞ്ഞത്? പിന്നല്ലാതെ എനിക്ക് തെറ്റിട്ടൊന്നുമില്ല. ഇറങ്ങൂട്ടി. ആ വൈകിയപ്പോ പേടിച്ചു പോയി. എന്തായാലും എത്തിയല്ലോ. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ. എന്റെ മനസ്സിൽ ഇത്ര നാളും നീ ഒരു കൊച്ചു കുട്ടിയായിരുന്നു. മോള് സുന്ദരി കുട്ടിയാട്ടോ. ദേ, മോടെ അച്ഛനും ഞാനെന്താ ഇത്രയായിരിക്കുമ്പോഴേ കൂട്ടാ. അവനെന്റെ കൂടപ്പറപ്പല്ലാന്ന് മാത്രം. അതിനും വലുതല്ലേ ആത്മബന്ധം. ഭാനുമതിയുടെ മുറിച്ച മുറി തന്നെ. മോളെ എന്താ വിളിക്കണേ? മീര. രാഘവനെ പോലെ ഒരു അച്ഛനെ കിട്ടാൻ സുഹൃതം ചെയ്യണം കുട്ടി. അവൻ നിനക്ക് വേണ്ടി മാത്രമാ ജീവിക്കണേ. ഇത് സ്വന്തം വീടാണെന്ന് കരുതിയ അല്ല വൈകാൻ പിന്നെ വേറെ കാരണമുണ്ട്. എന്താടാ? അത് കുട്ടിയുടെ പഴയ വീടൊന്ന് കാണുമെന്ന് പറഞ്ഞു. ഭാനുവിന്റെ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാ വന്നത്. നന്നായി. സുഹൃതം തന്നെ. ലക്ഷ്മി, യാത്രാക്ഷീണം കാണും. കുളിച്ചെന്തെങ്കിലും കഴിക്കട്ടെ. വാ. ആ എന്താടാ നിനക്കിതെന്താ പറ്റിയേ? മറക്കാൻ പറ്റണില്ല മോനെ. ഒഴുകി വീണ തലമുടി, സ്വപ്നം വിടരുന്ന കണ്ണുകൾ, മധുര നൊമ്പര കാറ്റുപോലെ അവൾ ഒഴുകി വരുന്നു. രവിവർമ്മ ചിത്രം പോലെ, രതിദേവത ശില്പം പോലെ. എന്തോ സംശയമില്ലടാ, ഇത് യക്ഷിബാധ തന്നെ. അല്ലാതെ പോടാ. അല്ലേ പിന്നെ നട്ടുച്ചയ്ക്ക് ആളില്ലാത്ത വീട്ടില് ഒരു അടിപൊളി പീസിനെ കണ്ടു എന്ന് പറഞ്ഞ. പക്ഷെ അവിടെ കാറി കയറി പോയെന്നല്ലേ അവൻ പറഞ്ഞു. മില്ലേനിയക്ഷികൾ ഇപ്പൊ കാറും സെൽഫോണൊക്കെ ഉപയോഗിക്കാനുണ്ട്. സ്വബോധം കൈവിട്ട് പോയോന്നൊരു സംശയം.